മഹാപുരുഷരണം ഇന്ന് 2025 ജൂൺ മാസം 13 വെള്ളിയാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്ക് ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്നത്തെ ഉപാസനകൾക്ക് ശേഷം സങ്കല്പം നൽകുന്നതിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഓരോ സബ്ജക്റ്റ് ചെറിയ ചെറിയ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഒരു യാത്രയുണ്ടായിരുന്നു. 2-3 വീടുകളിൽ സന്ദർശിച്ചു. അതിലെ ഒരു വീട് നേരത്തെ പറഞ്ഞത്, പിന്നെ വേറൊരു വീട് ആകസ്മികമായിട്ട് വന്നത്. കാര്യം ഇങ്ങനെ വടക്കംപറവൂരാണെന്ന് അറിഞ്ഞപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്ത് പിന്നെ അവിടെ തന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു 2-3 കിലോമീറ്റർ ഡൈവേർഷനായിരുന്നു. അവിടെയും കയറി. പലതും ഇങ്ങനെ നിയോഗം കൊണ്ട് സംഭവിക്കുകയാണ്. നേരത്തെ ഇത് ചെയ്യുന്നതല്ലേ. ഇപ്പോൾ വടക്കംപറവൂരാണെങ്കിലും പെട്ടെന്ന് ഷോർട്ട് പീരീഡിലാണ് അവിടെ പോകേണ്ടി വന്നത്. അവിടെ ചെന്നപ്പോഴാണ് അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഞാൻ അവിടെ പോയത് എവിടെ എന്താണെന്നെല്ലാം പലർക്കും അറിയാവുന്നത് കൊണ്ട് ഇനി ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. കാര്യം ഇങ്ങനത്തെ അനുഭവങ്ങൾ വേറൊരു വീഡിയോ ചെയ്യാം, ആരുടെ എന്താണെന്ന് മനസ്സിലാകാത്ത രീതി. കാര്യം പലർക്കും ഒരേ രീതിയിലുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷേ അത് ജനറലായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ട്, സെൽഫ് കാർമിക് ഉണ്ട്, കുടുംബദേവതകളുണ്ട്, അല്ലെങ്കിൽ വാസ്തുവുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കറിയാവുന്നത് എൻ്റെ ഗുരു തന്ന അറിവുകളും പിന്നെ എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ളതും വെച്ച് ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ പോയി വന്നു. അപ്പോൾ പലരും വിളിക്കുന്നുണ്ട്, വരാവോ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന്, ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇവിടെയുള്ള അടുത്തൊക്കെ ആണെങ്കിൽ കാറിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും എൻ്റെ കൂടെ വരാൻ പറ്റുകയില്ല ഈ കാര്യത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തായിട്ട് ടാക്സി ഓടിക്കുന്ന ആളെ വിളിച്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ചിലവ് വീട്ടുകാർക്ക് പോകും. പിന്നെ ഞാനൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇന്നലെ ഒരിടത്ത് പോയി, ഇന്ന് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് ബുക്ക് ചെയ്തിരിക്കുക വൈകിട്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലരും ഷോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് ഇതിലിറങ്ങുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാർമിക്ക് ചിലപ്പോൾ മിക്കതും ശാരീരികമായ പ്രോബ്ലങ്ങളായിരിക്കും. ആ ശാരീരികമായ പ്രോബ്ലങ്ങൾ ഒഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെതായ ഒരംശം നമ്മുടെ ശരീരത്തിൽ ഇത് ചെയ്യും. അത് നമ്മൾ കുറേ ഉപാസനകളിലൂടെ മാറ്റണം. പക്ഷേ വൈദ്യരെ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ചികിത്സിക്കേണ്ട കാര്യങ്ങൾ ചികിത്സിക്കുകയും വേണം. മനസ്സിലായി? അങ്ങനത്തെ പല ഇതുണ്ട്. ഇത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതാണ് കാര്യം. ഈ പല കാര്യങ്ങൾ ഇപ്പോൾ ഹീലിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഫീസ് ഇത് ചെയ്യുമ്പോൾ പലരും വിചാരിക്കും ഇത് ഹീലിംഗ്, അത് വേറൊരു വിഭാഗം. ഇത് ബ്ലെസ്സിങ് ആണ് കൊടുക്കണം. അൺകണ്ടീഷണലി അവരിലെ കൈ തൊട്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒഴിഞ്ഞെടുക്കുകയാണ്, കൈ കൊണ്ട് ഒഴിഞ്ഞെടുക്കുകയാണ്. ഇന്നലെ തേങ്ങ പോലും ഉപയോഗിച്ചില്ല, കൈ കൊണ്ട് ഒഴിഞ്ഞെടുക്കുകയായിരുന്നു. മനസ്സിലായ? അത് കാലുകളിൽ നിന്നാണ് ഒഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ എഫക്റ്റ് നമ്മളിൽ വരും. അപ്പോൾ നമ്മൾ പിന്നെ ഇത് കാണും. പക്ഷേ നമുക്ക് പോകുന്നിടത്ത് ഞാൻ ആരോടും ദക്ഷിണ പറയാറില്ല. മനസ്സിലായ? പക്ഷേ ചിലപ്പോൾ നമ്മൾ പോയതിനേക്കാളും കൂടുതൽ സാമ്പത്തികം നമുക്ക് ചിലവാകും, ഡോക്ടറെ കാണാനും ഡോക്ടർ പറയുന്ന മരുന്നുകൾ വാങ്ങിക്കാനും. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് വീട്ടിൽ തന്നെ ഇരിക്കാം എന്ന് വീഡിയോ കോൾ ചെയ്യാമെന്നാണ് ഇപ്പോൾ തീരുമാനം. ഇനി ഒരു വീട്ടിൽ കൂടി ചെല്ലാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു. അതിന് ഡേറ്റ് കൊടുത്തിരുന്നു. ഇന്നലെ തന്നെ ഡേറ്റ് കൊടുത്താൽ ഇന്നലെ നടന്നില്ല. ഇനി നാളെ പോകാൻ പറ്റുള്ളൂ. കാര്യം ഇന്നലെ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും 4 മണി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യമുള്ളത് കൊണ്ട് ദയവ് ചെയ്ത് ആരും എന്നെ വീടുകളിലേക്ക് ക്ഷണിക്കാണ്ടിരിക്കുക. കാര്യം അത് ശരിയാകുന്നില്ല. അതാണ് കാര്യം കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ആ കാര്യത്തിലൊരു പുനർവിചിന്തനം ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ എനിക്ക് ആരുടെയും വീഡിയോ കോൾ വളരെ അപൂർവമാണ് ചെയ്യാൻ സാധിച്ചത്. ഇന്നലെ അവിടെ പോയി വന്നെങ്കിലും പിന്നെ ഞാൻ എൻ്റെ കുളി കഴിഞ്ഞ് ഉപാസനയൊക്കെ കഴിഞ്ഞ് വളരെ ടയേർഡായി. ഇന്നലെ രാത്രി ഒരു 10:30 മറ്റോ ഞാൻ കിടന്നത്. ഇന്ന് രാവിലെ എഴുന്നേൽക്കണം 6:30. ശരീരം പൊങ്ങുന്നില്ല. സാധാരണ ഒരു 3 മണിക്കുണരുന്ന ആളാണ് ഞാൻ. അത് അലാറം പോലും വെക്കണമെന്നില്ല, കൃത്യമായിട്ട് എഴുന്നേൽക്കുന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെ ബോഡി ഇത് നമ്മളെ വിളിച്ചുണർത്തുന്ന ആ ശക്തികൾ വിളിച്ചുണർത്തുകയല്ല, കിടക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോൾ വീട്ടിൽ വരാനായിട്ട് ദയവ് ചെയ്ത് ആരും ചോദിക്കരുത്. ഇങ്ങനത്തെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് വ്യക്തിപരമായിട്ട് ഓരോരുത്തരും പറയാണ്ട് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും. ഇപ്പം നാളെ എന്നെ വിളിച്ചിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചത് ഇന്നലെ പോയെടുത്തെന്ന്
ഒരു 20 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 20-25 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ ചെല്ലാം. അപ്പോൾ അവർക്കും എന്താണ് കാറിൻ്റെ ചാർജ് ഒന്ന് ഷെയർ ചെയ്യാമെന്നുള്ളത്. പക്ഷേ ഇപ്പം നാളെ അവരുടെ കാര്യത്തിനായിട്ട് ഞാൻ അവിടെ പോകണം. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടോ, എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചാൽ മതി, എന്നാലും മതി എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി സാറിന് തരാം. ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നമാണ്, അവരുടെ വീടിൻ്റെ പ്രശ്നമാണ്, സാറ് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിത്യജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർ എന്താണ് എങ്ങനെയെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ വിഷമം തോന്നുന്നു. മനസ്സിലായോ? ആ ഒരവസ്ഥയിലാണ്. അതാണ് ഈ പലരുടെ അവസ്ഥ. പലരും ഇത് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്കറിയാം. ഇപ്പോൾ പലയിടത്ത് പോകുമ്പോഴും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവരുടെ തോട്ട്സിലൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടും. എന്തോ ആകട്ടെ, അത് വേറൊരു വിഷയം. അപ്പോൾ ഇന്ന് എൻ്റെ ഉപാസനകൾക്ക് ശേഷം അതിൻ്റെ പുണ്യം എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സകുടുംബം എല്ലാവർക്കും ദീർഘായുസ്സുണ്ടാകട്ടെ, പൂർണ്ണ ആരോഗ്യമുണ്ടാകട്ടെ. ശരീരം എന്തവസ്ഥയിലാണെങ്കിലും മനസ്സും ശരീരവും എന്തവസ്ഥയിലാണെങ്കിലും അവർക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കട്ടെ. 2 കാലുകളും ബാലൻസ് ചെയ്ത് 2 കൈകളും വീശി നന്നായിട്ട് സംസാരിക്കാനും നന്നായിട്ട് കേൾക്കാനും നന്നായിട്ട് കണ്ണു തുറന്നെല്ലാം കാണാനും നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും നന്നായിട്ട് ശ്വസിക്കാനും എല്ലാം സാധിക്കാനായിട്ട് ഞാൻ സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യത്തിനായിട്ട് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും ദീർഘായുസ്സിനായിട്ട് സങ്കല്പം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങൾക്കും അവരുടെ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, അത് സ്വന്തമായിട്ട് വീട്, വാഹന സൗകര്യം, ഭക്ഷണ ആവശ്യത്തിന്, പഠന ആവശ്യത്തിന്, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം ആവശ്യമായ സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെടുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ് ആകട്ടെ, അല്ലെങ്കിൽ ഉദ്യോഗമാകട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാകട്ടെ, അവരുടെ വരുമാന മാർഗങ്ങളാകട്ടെ, അതിൽ ഉത്തരോത്തരം വരുമാന വർധന ഉണ്ടാകാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. കുട്ടികളുടെ പഠനം നല്ല രീതിയിൽ നടത്തി അവർ ഉന്നത വിജയം നേടി, നല്ല മാർക്കോടുകൂടി ഉന്നത വിജയം നേടി, അവർക്ക് നല്ല വരുമാന മാർഗമുള്ള ഒരു ജോലി, അവരാഗ്രഹിക്കുന്ന ജോലിയോ സർവീസോ പ്രൊഫഷനോ ജീവിത സാഹചര്യമോ ലഭിക്കുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങളിലും ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ വിവാഹിതരാകേണ്ടവർ അവർക്ക് അതാത് കുടുംബത്തിൻ്റെ സംസ്കാര സമ്പന്നമായ അനുയോജ്യമായ സാമൂഹികവും സാമ്പത്തികവും സൽസ്വഭാവമുള്ള ജീവിത പങ്കാളി ലഭിക്കുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും കുടുംബത്തിൽ സന്തോഷം, സമാധാനം, സംതൃപ്തി, ഐക്യമത്യം, സമൃദ്ധി ഉണ്ടാകുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ അവർ വീട്ടിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ, യാത്രകളിലാകട്ടെ, വിനോദയാത്ര, തീർത്ഥയാത്രകളിലാകട്ടെ, കുടുംബസംബന്ധമായ യാത്രയാകട്ടെ, ഒഫീഷ്യലായിട്ടുള്ള യാത്രയാകട്ടെ, കുട്ടികൾ ചെയ്യുന്ന യാത്രകൾ, പഠനാവശ്യത്തിനുള്ള യാത്രയാകട്ടെ, അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായ യാത്രകളാകട്ടെ, എല്ലാത്തിലും വീട്ടിലുള്ളപ്പോഴും ബാക്കി ഏത് സമയത്തും എല്ലാവരുടെയും അവരാരാധിക്കുന്ന കുടുംബദേവത, കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുക്കന്മാർ, പിതൃക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ജീവിതം സമ്പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റഡ് ആകാനായിട്ടും അവർക്ക് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ട് മെച്ചപ്പെടുന്ന രീതിയിൽ മാത്രം ഓരോ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും സകുടുംബം ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭിഷ്ടങ്ങളും നടക്കാനും എല്ലാവരും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തന മനധന ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും, എന്ന് പറഞ്ഞാൽ ദൈവികമായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും അതിൻ്റെ 100 മേനി അനുഗ്രഹം എത്രയും പെട്ടെന്ന് അവർക്ക് സമ്പത്തായും ആരോഗ്യമായും സമാധാനമായും ഐക്യമത്യമായും ദീർഘായുസ്സായും ലഭിക്കുവാൻ എൻ്റെ ഗുരുപരമ്പരകളോട്, ഉപാസനാമൂർത്തികളോട്, 33 കോടി ദേവതകളോട്, ത്രിമൂർത്തികളോട്, പരാശക്തി പരമാത്മ സ്വരൂപങ്ങളോട് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് വാൾ. താങ്ക് യു വാൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.